വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് ഫിസിക്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ തന്നെ ഇമ്പോർട്ടൻ്റ് ഇഫക്റ്റുകളിലൊന്നായിട്ടുള്ള ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഭാഗമാണ്. അതായത് ഇലക്ട്രിക്കൽ കറണ്ടിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ലൈറ്റ് എനർജിയാക്കി മാറ്റാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയാക്കി മാറ്റുന്ന ഉപകരണം എന്ന് പറയുന്നത് എന്തുവാണ്? അത് നമ്മുടെ ഇലക്ട്രിക് ബൾബാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നൊരു പ്രീവിയസ് ഇയർ ചോദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ദ ഒബ്ജക്റ്റ് വിച്ച് എമിറ്റ് ദെയർ ഓൺ ലൈറ്റ് ആർ കോൾഡ്. സ്വന്തമായി ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേര് ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റ് എന്നാണോ, റിഫ്ലക്റ്റിംഗ് ഒബ്ജക്റ്റ് എന്നാണോ, ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണോ, ലൂമിനസ് ഒബ്ജക്റ്റ് എന്നാണോ? രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണ്? ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റ് ആണോ, ലൂമിനസ് ഒബ്ജക്റ്റ് ആണോ ലൈറ്റ് സ്വന്തമായി എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ലൂമിനസ് ഒബ്ജക്റ്റ് ആണ്. ഏതൊരു ഒബ്ജക്റ്റ് ആണോ സ്വന്തമായി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂമിനസ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ? ഏതൊരു ഒബ്ജക്റ്റിലാണോ ലൈറ്റ് തട്ടി ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റ് കാണുന്നു, ആ ഒബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കുക. ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ കാണുന്ന എല്ലാ ഇലുമിനേറ്റഡ് ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ലൂമിനസ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് എന്തുവാണ്? ബൾബാണ്. അപ്പോൾ ബൾബുകളിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യകാലത്ത് കണ്ടെത്തിയ ബൾബ് എന്ന് പറയുന്ന ഇൻകാൻഡസെൻ്റ് ലൈറ്റ് ബൾബിനെ പറ്റിയാണ്. എന്താണ് ഇൻകാൻഡസെൻ്റ്? നമ്മൾ ഇന്നത്തെ ഉപയോഗിക്കുന്ന LED അല്ല, അതിന് മുമ്പ് ഉപയോഗിച്ച CFL അല്ല, അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഫിലമെൻ്റ് ഉള്ള സാധാരണ സർക്കിൾ ഉണ്ട ബൾബ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകാൻഡസെൻ്റ് ലൈറ്റ് ബൾബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ചോദ്യം വരുന്നുണ്ട്: ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് ആര്? തോമസ് ആൽവ എഡിസൺ 1879 എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ തോമസ് എഡിസൺ മാത്രം ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചൊരു സാധനം അല്ല ലൈറ്റ് ബൾബ്. അലക്സാണ്ടർ വോൾട്ടെ പോലെയുള്ള പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് അതിൽ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? അത് തോമസ് എഡിസൺ ആണ്. 1879 അദ്ദേഹം ഒന്ന് കണ്ടുപിടിച്ച ബൾബ് എന്ന് പറയുന്ന ബൾബ്, അതിൻ്റെ ഫിലമെൻ്റ് എന്ന് പറയുന്നത് കാർബൺ അല്ലെങ്കിൽ കാർബണുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൾബ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം, ഒരു ബൾബിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഒരു ബൾബിൽ നടക്കുന്ന എനർജി കൺവേർഷൻ, ഞാൻ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകാൻഡസെൻ്റ് ലൈറ്റാണ്. എന്താണ് ഒരു ഇൻകാൻഡസെൻ്റ് ലൈറ്റിൽ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന് നടുക്ക് കാണുന്നത് എന്താണ്? ഈ കാണുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ ഈ ഫിലമെൻറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ അതെന്താവും? അത് ചൂടാകും. അപ്പോൾ ഈ ഫിലമെൻ്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചുട്ടുപഴുക്കുന്നു. അത് ചുട്ടുപഴുത്തിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ചുട്ടുപഴുക്കുന്നു. അതിന് എന്ത് ചെയ്യുന്നു? സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് ഗ്ലോ ചെയ്യുന്നു. ആ ഗ്ലോ കാരണം എന്തുണ്ടാകുന്നു? ലൈറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ എനർജി കൺവേർഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റായി ലൈറ്റായിട്ടല്ല മാറുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റാകുന്നു. ഹീറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റായിട്ട് മാറുന്നു. ഇൻകാൻഡസെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പോയിന്റ് ഓർത്ത് വയ്ക്കുക. ബൾബ് കണ്ടെത്തിയത് ആരാന്ന് ഓർത്ത് വയ്ക്കുക. ബൾബിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ മുമ്പ് നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് പഠിപ്പിക്കുമ്പോൾ ബൾബിൻ്റെ കൂടെ തന്നെ അതും കൂടെ പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. എങ്ങനെ പറയാം? ദ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് വിസിബിൾ ലൈറ്റ് എമിറ്റഡ് ബൈ എ ലൈറ്റ് സോഴ്സ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു നിശ്ചിത ദിശയിലോട്ട് ഒരു ലൈറ്റ് ബൾബ് അല്ലെങ്കിൽ എന്താണോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്രത്തോളം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ലൂമിനസ് ഇൻറ്റൻസിറ്റി അളക്കുന്ന യൂണിറ്റാണ് കാൻഡില. എന്താണ്? കാൻഡില. അതിൻ്റെ ഷോർട്ട് ഫോമാണ് CD. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് കാൻഡില. അതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ എന്താണ് ഇലൂമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ എ സർഫസ്. അതാണ് ഞാൻ ആദ്യം ഇലൂമിനേഷനും ഈ ലൂമിനസും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ലൂമിനസ് എന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റിൻ്റെ അളവ്. ഇലൂമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ലക്സ് എന്നാണ്. എന്താണ്?
ലക്സ്. യൂണിറ്റ് കാണാതെ തന്നെ പഠിച്ചോളാം, ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് ഇലൂമിനൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? അത് ലക്സ് ആണ്. അപ്പോൾ എന്താണ് ഇലൂമിനൻസ് എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളോയിങ് ഓൺ എ സർഫസ്, ഒരു സർഫസിലേക്ക് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ അളവ് ഇലൂമിനൻസ്. ഒരു ഒബ്ജക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റിൻ്റെ അളവ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡിലയാണെങ്കിൽ ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൾബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക്, അതിലോട്ട് തന്നെ തിരിച്ചു വരാം. ഈ 2 പോയിന്റ് കൂടെ ഇവിടെ ഓർത്തോളാം, പിന്നീട് ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്, അല്ലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഫിലമെൻ്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? അതൊരു ഫിലമെൻ്റ് ആണ്. ഇതാണ് ഫിലമെൻ്റ് ആണ്. ഈ ഫിലമെൻ്റ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. ടങ്സ്റ്റൺ സിമ്പൽ എന്ന് പറയുന്ന W ആണ്. W. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ W വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമൻ്റായിട്ട് ഇടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫിലമെൻ്റ് എന്ന് പറയുന്ന സാധനമാണ് ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിലെ പ്രധാനപ്പെട്ട ഭാഗം. അത് നിർമ്മിച്ചിട്ടുള്ളത് ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടാണ്. ഈ ടങ്സ്റ്റണിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? അത് ചൂടാകും. ചൂടായതിനു ശേഷം അത് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. അത് എന്ത് എമിറ്റ് ചെയ്യൂടാ? വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം വരും അല്ലേ, നമ്മുടെ ചുറ്റും എത്രത്തോളം മെറ്റലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റനെ ചൂസ് ചെയ്തത്? അപ്പോൾ അതിന് കാരണം പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുകയും വേണം. ഒന്ന്, ടങ്സ്റ്റൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചൂടാകും, പക്ഷേ അപ്പോൾ ഉരുവി പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. എന്തുവാണ്? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഇനി കറണ്ട് കടന്നു പോകുമ്പോൾ ചൂടാവണ്ടേ? കറണ്ട് കടന്നു പോകുമ്പോൾ ചൂടാവണമെങ്കിൽ അത് എന്ത് ചെയ്യണം? കറണ്ടിനെ ഒപ്പോസ് ചെയ്യണ്ടേ? കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനല്ലേ നമ്മൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ടങ്സ്റ്റൻ്റെ റെസിസ്റ്റിവിറ്റി വളരെയധികം കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിക്രോമിനെ പറ്റി പഠിച്ചു. നിക്രോമിനും റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ നിക്രോം ഉപയോഗിക്കാത്തത്? നിക്രോം ചൂടായി, റെസിസ്റ്റിവിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ചൂടായി ചുട്ടുപഴുക്കുമ്പോൾ അത് ചുവന്ന നിറത്തില്ല ലൈറ്റ് പുറത്തു വിടുന്നത്. പക്ഷേ നമ്മുടെ ടങ്സ്റ്റൺ അങ്ങനെയല്ല. ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അത് ചൂടായി ലൈറ്റ് പുറത്തോട്ട് വിടും. ആ ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് ലൈറ്റാണ്? വൈറ്റ് ലൈറ്റാണ്. നമുക്കതല്ലേ കാണാനായിട്ട് ആവശ്യമുള്ള ലൈറ്റ് ഏതാണ്? വൈറ്റ് ലൈറ്റാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ പ്രധാന ഭാഗം ഫിലമെൻ്റ് ആണ്. ഫിലമെൻ്റ് നിർമ്മിച്ചിട്ടുള്ളത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൻ്റെ സിമ്പൽ W ആണ്. ടങ്സ്റ്റൺ ഹൈ ആയ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഉരുകിപ്പോകത്തില്ല. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതുകൊണ്ട് കറണ്ടിനെ തടഞ്ഞു നിർത്തിയാണ്. ആ തടയുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൺവേർഷനാണ് എന്തുണ്ടാക്കുന്നത്? ഇവിടെ ഹീറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഹീറ്റിൻ്റെ ഫലമായിട്ട് അവിടെ എന്തായിട്ട് മാറും? അത് വൈറ്റ് ഹോട്ട് അഥവാ വെള്ളപ്രകാശം പുറത്ത് വിടും. ഇതാണ് വർക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി വർക്കിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വിച്ച് പ്രൊഡ്യൂസസ് വൈറ്റ് ലൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബൾബിനെ നമ്മൾ ഈ പറയുന്ന ഒരു ഗ്ലാസ് കവറിങ്ങിനകത്തിട്ട് വെച്ചേക്കുന്നത്? തുറന്നു വെച്ചാൽ പോരെ? അപ്പോൾ അതാ പ്രശ്നം നോക്കി. തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടല്ലോ, ഇത് ഈ ചുറ്റുമുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ് ആയിട്ട് ഇത് എന്ത് ചെയ്യും? ചൂടായി പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ ഈ ലൈഫ് കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തേക്കുന്നത്? ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആ കവറിനകത്ത് വെച്ചിട്ട് ഇതിനകത്ത് എന്ത് ചെയ്തേക്കും? ഇതിനകത്ത് നമ്മൾ നൈട്രോജൻ ഗ്യാസ് ഫില്ല് ചെയ്തേക്കും. ഏത് ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നത്? നൈട്രോജൻ ഗ്യാസ്. നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് വിത്ത് ലോ പ്രഷർ എന്ന് പറയുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബുകളിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതെന്ന് ചോദിക്കും. ഈ സ്ലൈഡിനകത്തില്ല, നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചോളുന്നത് നൈട്രോജൻ ആണ്. അപ്പോൾ നൈട്രോജൻ ഇനേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇനേർട്ട് അല്ല, പക്ഷേ നോർമൽ സർക്കംസ്റ്റാൻസസിൽ അത് ഇനേർട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസും ഏത് തന്നെയാണ്? നൈട്രോജൻ ഗ്യാസ് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന നൈട്രോജൻ എന്താണ്? ഏറെക്കുറെ ഒരു ഇനേർട്ട് പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യത്തും? ഇത് ഈ പറയുന്ന ഓക്സിഡേഷനെ തടയും, അങ്ങനെ ബൾബിൻ്റെ ലൈഫ് കൂട്ടുന്നു. അപ്പോൾ ഇതാണ് എന്ത്? ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിന് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ കൂടുതൽ ഭാഗവും അവിടെ ഹീറ്റായിട്ടാണ് പോകുന്നത്. നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടി അല്ലല്ലോ ബൾബ് ഉണ്ടാക്കിയത്, ലൈറ്റ് കിട്ടാനല്ലേ. പക്ഷേ കൊടുക്കുന്നതിൻ്റെ കൂടുതലും ചൂടായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതെ മറ്റ് ആൾട്ടർനേറ്റുകളെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റ് കണ്ടുപിടിച്ചു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഒരുപാട് പോയിന്റ് പറഞ്ഞെങ്കിലും നമുക്ക് പോയിന്റ് ഓർത്ത് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. ഫിലമെൻ്റ്, ടങ്സ്റ്റൺ, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ഹോട്ട്. നല്ല ഇരിക്കുമല്ലോ. ഈ പറയുന്ന ഫിലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ തടയാനായിട്ട് ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? നൈട്രോജൻ ആണ്. കൊടുക്കുന്ന ഹീറ്റിൻ്റെ കൂടുതലും കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ കൂടുതലും ഹീറ്റായി പോകും. അതുകൊണ്ട് നമ്മളിതധികം ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗത്തിൽ ഇല്ലാത്തത്.
അപ്പോൾ നമ്മൾ വരുന്നു മറ്റൊരു ലാമ്പിനെ പറ്റിയിട്ട്. ആ ലാമ്പിൻ്റെ പേരാണ് ഡിസ്ചാർജ് ലാമ്പ്. അതുമാണ് ഡിസ്ചാർജ് ലാമ്പ്. നമ്മൾ ആകാശത്ത് മിന്നലൊക്കെ അടിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ 2 ഇലക്ട്രോഡുകൾ ഉണ്ടാകും. എന്തുണ്ടാവും? 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. അത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡുകൾക്കിടയിലൂടെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഇതിന് നമ്മളൊരു ഗ്ലാസ് കവറിനകത്തായിട്ട് വെച്ചേക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ പറയുന്ന 2 ഇലക്ട്രോഡുകൾക്കിടയിലൂടെ നടക്കുന്ന ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഒരു ഗ്യാസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സോ ആ ഗ്യാസ് മോളിക്യൂൾസിനെ ഇത് അയണൈസ് ചെയ്യുന്നു. ഈ അയണൈസ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്തം വിട്ട് ഓടുന്നു. അത് മറ്റ് ആറ്റങ്ങളുമായി കൂട്ടിമുട്ടുന്നു. കൂട്ടിമുട്ടുമ്പോൾ എന്ത് പറ്റും? കറണ്ട് കൊടുത്ത എനർജി അവിടെ എന്തായിട്ട് പുറത്തോട്ട് പോകും? ലൈറ്റായിട്ട് പുറത്തോട്ട് പോകും. ഓക്കെ, എന്തായിട്ട് പുറത്തോട്ട് പോകും? ലൈറ്റായിട്ട് പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതി പഠിച്ചു വെച്ചു. ഈ പറയുന്ന നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുന്ന എന്ത് സ്റ്റേറ്റിലാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. എനർജി ഒന്നുമില്ലാത്ത ശാന്തമായ അവസ്ഥയിരിക്കുകയാണ്. അപ്പോഴാണ് ദാ വരുന്നു നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എന്ത് പറ്റും? ഇത് നേരെ എങ്ങോട്ട് പോകും? ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. എങ്ങോട്ട് പോകും? ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺസ്റ്റേബിളാണ്. ഇതെന്താണ്? അൺസ്റ്റേബിളാണ്. അപ്പോൾ എന്ത് പറ്റും? അൺസ്റ്റേബിളായ അവസ്ഥയിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പതുക്കെ എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് കളഞ്ഞ് താഴേക്ക് വരും. ഈ പുറത്തോട്ട് കളയുന്ന എന്തിൻ്റെ ഫോമിലാണ്? ലൈറ്റിൻ്റെ ഫോമിലാണ്. അങ്ങനെ നമുക്ക് ലൈറ്റ് കിട്ടും. വർക്കിംഗ് ഒന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോഡുകളും അതിനിടയിൽ ഒരു ഗ്യാസ് ഫില്ല് ട്യൂബും ഉണ്ടാവും. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ഡിസ്ചാർജ് ലാമ്പിനകത്തുള്ള ഗ്യാസിലെ ഇലക്ട്രോൺസുകൾ അയണൈസ് ചെയ്യുന്നു. അത് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി ഏത് കളറിൽ കിട്ടുമെന്നുള്ളത് നമ്മൾ അതിനകത്ത് ഏത് ഗ്യാസ് ഫില്ല് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ സോഡിയം വേപ്പർ ലാമ്പുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞ പ്രകാശമുള്ളൊരു വലിയ ബൾബുള്ള സാധനം സോഡിയം ലാമ്പാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും അത്ര ചെറിയ പിള്ളേരൊന്നുമല്ലല്ലോ, അപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതൊരു എക്സാമ്പിൾ. അതുപോലെ മറ്റു പലതും ഉണ്ട്. ഇപ്പോൾ നിയോൺ എന്ന് പറയുന്ന ഗ്യാസ് ആണെങ്കിൽ കിട്ടുന്ന കളർ ഓറഞ്ച് റെഡ് ആയിരിക്കും. നൈട്രോജൻ ആണെങ്കിൽ കിട്ടുന്ന കളർ റെഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നേരത്തെ ഫിലമെൻ്റ് ലാമ്പിൽ റെഡ് കളറാണോ എന്ന്? ഇത് പറയുന്നത് ഡിസ്ചാർജ് ലാമ്പിൻ്റെ കാര്യമാണ്. ഡിസ്ചാർജ് ലാമ്പിൽ നൈട്രോജൻ ഗ്യാസിൽ കൂടി ഈ പറയുന്ന ഡിസ്ചാർജൊക്കെ നടക്കുമ്പോഴാണ് കറണ്ട് വരുന്നത്. അവിടെ അതിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. ലോജിക്ക് ഓർത്ത് വെച്ചോളണം. സോഡിയം ആണെങ്കിൽ അത് യെല്ലോ കളറാണ്, നേരത്തെ ഞാൻ പറഞ്ഞ കേസ്. മെർക്കുറി ആണെങ്കിൽ അവിടെ വൈറ്റ് കളറാണ്. ഓക്കെ, മെർക്കുറി വേപ്പർ ലാമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ കളറാണ്. ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ കളറാണ്. കളറുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുകയോ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടെ, നിയോൺ ആണെങ്കിൽ ഓറഞ്ച് റെഡ്, നിയോൺ ആണെങ്കിൽ ഓറഞ്ച് റെഡ്, നൈട്രോജൻ ആണെങ്കിൽ റെഡ്. അപ്പം എണ്ണി തുടങ്ങുന്ന 2 എണ്ണവും റെഡുമായിട്ട് ബന്ധമുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. നിയോൺ ആണെങ്കിൽ ഓറഞ്ച് റെഡ്, നൈട്രോജൻ ആണെങ്കിൽ പൂർണ്ണമായും റെഡ്. സോഡിയം ഓർത്ത് വയ്ക്കുക. സോഡിയം വേപ്പർ ലാമ്പാണ്. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്ന നല്ല മഞ്ഞ നിറത്തിലെ ലൈറ്റാണ്. സോ യെല്ലോ. മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഫിലമെൻറ്റ് ബൾബിനകത്ത് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ പണ്ടത്തെ ട്യൂബ് ലൈറ്റില്ലേ, അപ്പോൾ അതാണ് വൈറ്റ് കളർ. ക്ലോറിൻ നമ്മൾ അധികം കണ്ടിട്ടില്ല, പക്ഷേ ക്ലോറിൻ ഗ്രീൻ ആണെന്ന് നമ്മൾ എവിടെയൊക്കെയോ GK പഠിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചു. ഹൈഡ്രോജൻ ആണെങ്കിൽ എന്താണ്? ബ്ലൂ കളറുമാണ്. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിൽ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റുകൾ. ശരിയല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് ഫ്ലൂറസെൻ്റ് ലാമ്പിലോട്ട് പോകും. നേരത്തെ പറഞ്ഞ മെർക്കുറി വേപ്പർ ലാമ്പ് അതുപോലത്തെ സംഭവം തന്നെയാണ്. ഇവിടെ എന്ത് പറ്റും? നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുന്നത് മെർക്കുറി വേപ്പറിലൂടെയാണ്. എന്തിലൂടെയാണ്? മെർക്കുറി വേപ്പറിലൂടെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പ് പോലെ തന്നെയാണ്. അപ്പോൾ സംഭവം എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ ഈ ഒരെണ്ണം ഉണ്ട്. കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തൂടെ കടത്തിവിടും. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്താ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്? നമ്മൾ മെർക്കുറിയുടെ വേപ്പറാണ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്? മെർക്കുറിയുടെ വേപ്പറാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ട്യൂബ് ലൈറ്റുകൾ തല്ലി പൊട്ടിച്ചാൽ ഒരു വെള്ള നിറത്തിലുള്ള പൊടി പുറത്തോട്ട് പാറിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മെർക്കുറിയുടെ വേപ്പറാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മെർക്കുറി വേപ്പറിൽ നേരത്തെ ഡിസ്ചാർജ് ലാമ്പിൽ പറഞ്ഞ പോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്നു, താഴോട്ട് വരുന്നു, ലൈറ്റ് പുറത്തോട്ട് വരും. പക്ഷേ ഈ വരുന്ന ലൈറ്റ് എന്താണ്? അത് UV ലൈറ്റാണ്. അൾട്രാ വയലറ്റ് കിരണമാണ് വരുന്നത്. പക്ഷെ നമുക്ക് അൾട്രാ വയലറ്റ് ഒന്നും കാണാനുള്ള കഴിവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തൊരു ഫോസ്ഫർ കോട്ടിംഗ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത്. എന്ത് കോട്ടിംഗ് എന്ന് പറയുന്നത്? ഫ്ലൂറസെൻ്റ് കോട്ടിംഗ്. ഇതിനകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫോസ്ഫർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോസ്ഫർ കോട്ടിംഗ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്തായിട്ട് മാറ്റും? വിസിബിൾ ലൈറ്റാക്കി മാറ്റും. ആ വിസിബിൾ ലൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ് പോലെ തന്നെ 2 ഇലക്ട്രോഡ് ഉണ്ട്. അതിനിടയിൽ കൂടി ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവും. ഫില്ല് ചെയ്തേക്കുന്നത് മെർക്കുറിയുടെ വേപ്പറാണ്. എന്ത് വേപ്പറാണ്? മെർക്കുറിയുടെ വേപ്പറാണ്. പക്ഷേ മെർക്കുറി വേപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ പുറത്ത് വിടുന്നത് അൾട്രാ വയലറ്റ് കിരണമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. സോ ഫോസ്ഫർ കോട്ടിംഗ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അൾട്രാ വയലറ്റ് കിരണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള വിസിബിൾ ലൈറ്റാക്കി മാറ്റുന്നത്. ഇതാണ് എന്ത്? ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ലൈഫ് കൂടുതലാണ്, ഷാഡോ കുറവാണ്, എനർജി ലോസ് കുറവാണ്, ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് തരും. അതാണ് മെരിറ്റ് എന്ന് പറയുന്നത്.
അൾട്രാ വയലറ്റ് റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളേ. നിങ്ങൾ ചില ബേക്കറികളൊക്കെ ചെന്ന് കയറുമ്പോൾ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈച്ചകളെ പിടിക്കാനായിട്ട് ഒരു ഇളം നീല നിറത്തിലുള്ള ഒരു ട്യൂബ് ലൈറ്റും അതിലൊരു ഇലക്ട്രിക്കൽ കറണ്ടും കൊടുത്തേക്ക് നമ്മൾ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് പോലെ ഈ ലൈറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇൻസെക്റ്റുകളൊക്കെ ഓടിച്ചെന്ന് അതിനകത്തോട്ട് കയറും. പക്ഷേ അവിടെ കറണ്ട് കൊടുത്തേക്കും, ആ കറണ്ട് ഗ്രില്ല് തട്ടും, ഒരു സൗണ്ട് കേട്ട് എന്ത് ചെയ്യും? ചത്തുപോകും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഫ്ലൂറസെൻ്റ് ആണ്. പക്ഷേ അവിടെ എന്ത് വേണ്ട? ഫോസ്ഫർ കോട്ടിങ് വേണ്ടല്ലോ. ഡയറക്റ്റ് UV തന്നെ ഈ ലൈറ്റ് ഈ ഇൻസെക്റ്റുകൾ കണ്ട് നേരെ ഓടി അങ്ങോട്ട് വരും. അപ്പോൾ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫ്ലൂറസെൻ്റ്. അപ്പോൾ ഡിസ്ചാർജും കഴിഞ്ഞു, ഫ്ലൂറസെൻറ്റും കഴിഞ്ഞു. ഇനി ഈ സാധനം CFL കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് നമ്മൾ ഈ ബൾബ് ഉണ്ടായിരുന്ന കാലത്ത് ബൾബിൻ്റെ ഹോൾഡറിൽ ഇടാൻ പറ്റുന്ന രീതിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പ് ഇരുന്ന ഒരു ബൾബ് ഉണ്ടായിരുന്നല്ലോ, അതാണ് CFL. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഫ്ലൂറസെൻ്റ് ലാമ്പ് തന്നെ കോമ്പാക്റ്റ് ആയിട്ട് കുഞ്ഞു ബൾബിൻ്റെ ഫോമിൽ തരുമ്പോൾ അതിനെ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇനി വരുന്നത് ആർക്ക് ലാമ്പ്. സമയം കളയേണ്ട, നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. ആർക്ക് ലാമ്പ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അവിടെ 2 കാർബൺ ഇലക്ട്രോഡുകൾ ഉണ്ടാവും. എന്തുണ്ടാവും? 2 കാർബൺ ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഗ്ലാസ് കവറിങ്ങിനകത്ത് വെച്ചേക്കുന്നത് ഈ താഴെ കാണുന്ന പോലെ കണ്ടോ. എന്നിട്ട് ഇതിലൂടെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക്കൽ ആർക്ക് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക്കൽ ആർക്ക് ഉണ്ടാവും. ഈ ആർക്കിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് ലൈറ്റ് വരും. നമ്മുടെ ഫ്ലാഷുകൾ ഇതുപോലെയാണെന്ന് ഓർത്ത് വെച്ചാൽ അത് ഫ്ലാഷ് അടിക്കുന്ന പോലെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു, മനസ്സിലാക്കുക. ഓക്കെ, സോ ദ കാർബൺ റോഡ്സ് ആർ ഫിക്സ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇൻ എ ഇവാക്യുവേറ്റഡ് ഗ്യാപ്പ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അത് ഇലക്ട്രിക്കൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആർക്കാണ് പുറത്തേക്ക് പ്രകാശമായിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇതാണ് ആർക്ക് ലാമ്പ്. അപ്പോൾ ആർക്ക് ലാമ്പിൽ എന്താണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഇലക്ട്രോഡുകളാണ് ഉപയോഗിക്കുന്നത്. അത്രയെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ആർക്ക് ലാമ്പിനകത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് വരുന്നതാണ് എന്ത്? ലാസ്റ്റ്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അഥവാ നമ്മൾ ഷോർട്ട് ഫോമിൽ എന്ത് വിളിക്കും? LED എന്ന് വിളിക്കും. അപ്പോൾ ഈ LED എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയോഡാണ്. ഈ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. എന്താണ്? ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിനകത്ത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ? P ടൈപ്പും ഉണ്ട്, N ടൈപ്പും ഉണ്ട്. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ളൊരു P ടൈപ്പിനെയും N ടൈപ്പിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരുമിച്ച് വെച്ചേക്കുന്നു. ഇവിടെ ഹോളുകളാണ് കൂടുതൽ, ഇവിടെ എന്താണ്? ഇലക്ട്രോണുകളാണ് കൂടുതൽ. അത്രയെങ്കിലും അറിഞ്ഞു വെച്ചു, അത്രയൊക്കെ ഓർമ്മ കാണൂലേ? നമ്മൾ ഇതിലേക്ക് ഒരു കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഹോളുകളും ഇലക്ട്രോണുകളും പരസ്പരം വന്നിട്ട് ഈ ഭാഗത്ത് വെച്ച് ഇത് റീകമ്പൈൻ ചെയ്യും. ഇതെന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. അപ്പോൾ ഈ റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എക്സ്ട്രാ എനർജി പുറത്തോട്ട് എന്തിൻ്റെ ഫോമിലേക്ക് വിടും? ലൈറ്റിൻ്റെ ഫോമിലേക്ക് വിടും. ഇതാണ് ഒരു LED വർക്കിംഗ്. അപ്പോൾ ഇലക്ട്രോണിക്സിനെ പറ്റി നമ്മളിവിടെ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. പോയിന്റുകൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയോ, LED വർക്കിംഗ് എന്താണ്? ഇലക്ട്രോലൂമിനസെൻസ്. അപ്പോൾ അതായത് ഇലക്ട്രോണുകൾ കാരണം ഉണ്ടാകുന്ന ലൈറ്റ് എമിഷൻ. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഡയോഡിനകത്തുള്ള മൈനോറിറ്റി ചാർജ് ഏരിയസും മെജോറിറ്റി ചാർജ് ഏരിയസും ഹോളും ഇലക്ട്രോൺസും എന്ത് ചെയ്യും? എന്താ കണ്ടോ? ഹോളും ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന് നടുക്ക് വെച്ച് റീകമ്പൈൻ ചെയ്യും. ഈ റീകോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. എവിടെ വെച്ച്? ആ ജംഗ്ഷനിൽ വെച്ചിട്ട്. PN ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ റീകോമ്പിനേഷൻ കാരണം ഉണ്ടാകുന്നതാണ് LED. ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈഫ് കൂടുതലാണ്, കറണ്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ, മെർക്കുറി പോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഒന്നും തന്നെ ഇല്ല, ഷാഡോ അധികമായിട്ട് ഉണ്ടാകത്തില്ല, ആ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, ഗ്ലാസ് കവറിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ആർക്കുണ്ട്? LED-ക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് LED ആണ്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ലൈറ്റിംഗ് എഫക്റ്റിൽ ഒരു ഗ്രൂപ്പ് D ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയും ഹീറ്റിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചില്ല. അതിൽ നിന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളോട് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? അത് ജൂൾസ് ലോ ആണ് അല്ലേ? ബാക്കി ഒന്നുമല്ല. അതെന്താണ്? ജൂൾസ് ലോ ആണ് ഹീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓംസ് ലോ ആണെങ്കിൽ എന്താണ്? V = I/R എന്ന് പറയുന്നതാണ് ഓംസ് ലോ. ശരി, ഓംസ് ലോ പറയുന്നത് എന്താണ്? ഇപ്പോൾ പറഞ്ഞല്ലേ, ഓംസ് ലോ പറയുന്നത് എന്താണ്? V = I/R എന്നാണ്. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇലക്ട്രിക്കൽ കറണ്ട് = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, അതായത് I = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ശരിയാണല്ലോ. അപ്പോൾ A ഓപ്ഷൻ തന്നെയാണ് ശരി. കാരണം ബാക്കി B പറയുന്ന പവറിനെ പറ്റി, C പറയുന്ന പവറിനെ പറ്റി, ഈ പറയുന്നത് എന്താണ്? I = R/V എന്നാണ്. സോ ഇത് തെറ്റ്. കണ്ടോ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഫോർമുല ഓർത്ത് വയ്ക്കണം. A ആണ് നമ്മുടെ ഉത്തരം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻ എ സർക്യൂട്ട്? പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ആണ്. മെഷറിംഗ് എന്നല്ല ചോദിച്ചത്, പ്രസൻസ് ആണ്.
അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അറിയാനോ അതിൻ്റെ ദിശ അറിയാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ ആണ്. ബാക്കി ഓർത്താൽ തന്നെ അറിയാം, സ്പിഗ്മോ മാനോമീറ്റർ അത് ബി പി അളക്കാൻ ഉപയോഗിക്കുന്നതല്ലേ, ബാരോമീറ്റർ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്നതല്ലേ, മാഗ്നറ്റോമീറ്റർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, അടുത്ത ചോദ്യം. The rating for a fuse used in a household electrical circuit is provided on the basis of. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് ഞാൻ പറഞ്ഞു സ്യൂട്ടബിൾ ആംബിയറേജ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചൂസ് ചെയ്യാൻ, നമ്മുടെ വീട്ടിലെ ഫ്യൂസ് വയർ യൂസ് ചെയ്യാൻ അല്ലേ. നമ്മളെന്ത് പറ്റും, ഫ്യൂസ് അടിച്ചു പോകുമ്പോഴത്തേക്കും വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും കമ്പി എടുത്ത് എന്ത് ചെയ്യും, അങ്ങോട്ട് കെട്ടിവയ്ക്കും അല്ലേ. പ്രശ്നം എന്താണ്, അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആ ഫ്യൂസിൻ്റെ വർക്കിംഗ് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെ ഫ്യൂസ് വയർ എപ്പോഴും തീരുമാനിക്കേണ്ടത് നമ്മുടെ വീട്ടിലോട്ട് എത്രത്തോളം കറണ്ട് വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം നമുക്കറിയാം ഹീറ്റ് ഈസ് ഈക്വൽ ടു I² RT ആണ് അല്ലേ. അപ്പോൾ കറണ്ടാണ് ഹീറ്റിനെ തീരുമാനിക്കുന്നത്. ഈ ഹീറ്റ് വെച്ചാണ് ഇത് മെൽറ്റ് ചെയ്യുന്നതും പൊട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും ഫ്യൂസ് വയർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ബി കറണ്ടാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത്, എമംഗ് വേരിയസ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസസ് വൺ യൂസ്ഡ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ്. ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്, ഫ്യൂസാണ്, ഫ്യൂസ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യം കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.